നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഷവോമിയുടെ ഏറ്റവും പുതിയ ടാബ്ലറ്റ് ഷവോമി പാഡ് 6. അപ്പോൾ ഇതേ ഇരിക്കുന്നത് ഇതാണ് ഷവോമി പാഡ് 6. നമ്മൾ ഇതിന്റെ മുൻഗാമിയായിട്ടുള്ള ഷവോമി പാഡ് 5 നിങ്ങളെ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുത്തിയതാണ്. അതിൽ നിന്ന് നിരവധി മാറ്റങ്ങളുമായിട്ടാണ് ഇത്തവണ ഷവോമി പാഡ് 6 വന്നിരിക്കുന്നത്. ഇതിനോടൊപ്പം രണ്ട് ആക്സസറി കൂടിയുണ്ട്. ഇതിന്റെ ഒരു കവർ ഉണ്ട്, അതുപോലെ ഇതിനോടൊപ്പം ഉള്ള ഒരു പെൻസിലുമുണ്ട്, ഷവോമി പെൻ. അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റുകളും അഡീഷണൽ ആക്സസറി ആണെന്ന് ഓർമ്മിക്കട്ടെ. എന്ത് തന്നെയായാലും നമുക്ക് ഈ മൂന്ന് പ്രോഡക്റ്റുകളും അൺബോക്സ് ചെയ്ത് ഈ ഒരു പ്രോഡക്റ്റിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലൊരു ബോക്സിനകത്താണ് ഷവോമി പാഡ് 6 വരുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇതിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 147 ഹെഡ്സിന്റെ സിനിമാറ്റിക് ഡിസ്പ്ലേ, ഡോൾബി സപ്പോർട്ടുള്ള സ്പീക്കർ, അതൊക്കെ നമുക്ക് പുറകെ പറയാം. എന്തായാലും പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതിന്റെ പുറത്ത് ഇതുപോലെ ഡോൾബി വിഷൻ അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേ ഇരിക്കുന്നു നമ്മുടെ ഷവോമി പാഡ് 6. മാറ്റി വയ്ക്കാം. വേറെ ഉള്ളത് ഇതിന്റെ ഒരു യൂസർ മാനുവൽ ഒക്കെ വരുന്ന ബോക്സ് ആണെന്ന് തോന്നുന്നു. യെസ്, യൂസർ മാനുവൽ, വാറന്റി കാർഡ് ഇൻഫർമേഷൻ ഇതിനകത്ത് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നീടുള്ളത് ഇതിന്റെ ചാർജർ ബോക്സ് ആണ്. ചാർജർ ബോക്സിന്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട് 33 വാട്ടിന്റെ ചാർജർ ആണ് വരുന്നത്. ഇതാണ് 33 വാട്ടിന്റെ ചാർജർ. സാധാരണ ഷവോമിയുടെ സ്മാർട്ട് ഫോണുകളോടൊപ്പം കൂടുതൽ കണ്ടുവരാറുള്ള വാട്ട് 33 വാട്ടാണ്. അതുപോലെ ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള കേബിൾ USB Type-C കേബിളാണ്, A to C കേബിളാണ്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ബോക്സിനകത്തുള്ളത്. ഇനി അടുത്തായിട്ട് നമുക്ക് പാഡിലേക്ക് വരാം. യെസ്, ഇതായിരിക്കുന്നു നമ്മുടെ ഷവോമി പാഡ്. നല്ല തണുപ്പ്, AC-ക്കകത്ത് ഇരുന്നുകൊണ്ടാണ്. മാത്രമല്ല മെറ്റാലിക് ബോഡി ആയതുകൊണ്ടാണ് ഇത്രയും തണുപ്പ്. ഈ ഒരു സ്റ്റിക്കർ കൂടി ഒഴിവാക്കുന്നു. നല്ല ഒരു ബിൽഡ് ആൻഡ് ഫിനിഷ് എന്തായാലും കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഇതുപോലെ ഷവോമി എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു 3 ലിഡ് നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കവർ അറ്റാച്ച് ചെയ്യാനുള്ള ഭാഗമാണ്. ഇവിടെ ഇതുപോലെ ക്യാമറ മൊഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഷവോമിയുടെ 13 സീരീസ് ഫോണുകളിലൊക്കെ കണ്ട് ടൈപ്പ് ഉള്ള ഒരു ക്യാമറ മൊഡ്യൂൾ. 13 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറയാണ്. അത് ആ ക്യാമറ മൊഡ്യൂളിനകത്ത് ഇതുപോലെ എഴുതിയിട്ടുണ്ട്. 2 ക്യാമറകളുണ്ട്. ഇവിടെ ഇതുപോലെ LED ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ 2 സ്പീക്കർ ഗ്രില്ല് കാണാം ഒരു സൈഡിൽ. അതുപോലെ ഡോൾബി വിഷൻ അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ വലത്ത് സൈഡിലും 2 സ്പീക്കർ ഗ്രില്ല്, ഇവിടെ ഒരു USB Type-C ചാർജിംഗ് പോർട്ടും കാണാം. മുകളിലായിട്ട് ഈ ഒരു പെൻ നമ്മൾ അറ്റാച്ച് ചെയ്ത് ചാർജിങ്ങിന് വെക്കേണ്ടുന്ന ഏരിയ ആണ്. ഇത് സിം ട്രേ അല്ല, ഓർമ്മിക്കട്ടെ. ഇതാണ് പവർ ബട്ടൺ. ഇതിനകത്ത് സിം ട്രേ ഇല്ല. ഇതിനകത്ത് നമുക്ക് മെമ്മറി എക്സ്പാൻഷനോ അതുപോലെ സിം കാർഡ് ഇടാനോ സാധിക്കില്ല. ആക്ച്വലി എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നമുക്ക് സിം കാർഡിന്റെ ആവശ്യമില്ല ഒരു ടാബ്ലറ്റിനകത്ത്. സോറി, ഞാൻ നേരത്തെ പറഞ്ഞ മിസ്റ്റേക്ക്. ഇത് വോളിയം റോക്കേഴ്സ് ആണ്. ഇവിടെ ഈ സൈഡിലായിട്ടാണ് പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു തന്നത് ഇത്തരത്തിൽ ടാബ്ലറ്റിനകത്ത് നമുക്ക് സിം കാർഡ് ആക്ച്വലി എന്റെ അഭിപ്രായത്തിൽ ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ സിം കാർഡ് ടാബ്ലറ്റിൽ ഇടുന്നത് എപ്പോഴും ഓൺ ദ ഗോയിൽ നെറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മൊബൈലിൽ എപ്പോഴും സിം കാർഡ് ഉണ്ട്, നെറ്റ് ഉണ്ട്. അത് നമുക്ക് ഈസി ആയിട്ട് ടെതർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് ഒരു മെറ്റാലിക് ബാക്കും അതുപോലെ മെറ്റാലിക് ഫ്രെയിമും ഒക്കെ ആയിട്ട് വരുന്ന മികച്ച ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ലാപ്ടോപ്പാണ്. എന്നിരുന്നാലും ഇതിന് വലിയ വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. വെറും 490 ഗ്രാം, കൃത്യമായിട്ട് പറഞ്ഞാൽ 1/2 കിലോ പോലും ഈ ഒരു ടാബ്ലറ്റിന് വെയിറ്റ് ഇല്ല എന്ന് വേണം പറയാൻ. അതുപോലെ തിക്നെസ് നോക്കിയാൽ വളരെ കനം കുറവാണ്. ഒരു സ്മാർട്ട് ഫോണിനേക്കാളും തിക്നെസ് കുറവാണ്. 6.51 mm മാത്രമാണ് ടാബ്ലറ്റിന്റെ തിക്നെസ്. അപ്പോൾ വളരെ കനം കുറവാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനകത്ത് ഇതിന്റെ ഒരു ഡിസൈൻ വൈസ് നോക്കി കഴിഞ്ഞാൽ ഒരു കുറവ് കാണുന്നത് ഇതിനകത്ത് 3.5 mm ഓഡിയോ ജാക്ക് നൽകിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഗെയിം കളിക്കുമ്പോൾ ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു കുറവായിട്ട് തന്നെ പറയാം. അതുപോലെ ഇനി ഇതിന്റെ ഒരു ഡിസ്പ്ലേ വിഭാഗത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ ഒരു ഇനിഷ്യൽ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഓർക്ക് ഇതൊരു ഇനിഷ്യൽ ഇംപ്രഷൻ മാത്രമാണ് ഞാൻ തരുന്നത്. അപ്പോൾ ഇതിന്റെ ഡിസ്പ്ലേ വിഭാഗത്തിലേക്ക് കടന്നാൽ ഇതിന്റെ IPS LCD ഡിസ്പ്ലേ ആണ്. എന്നിരുന്നാലും ഈ ഒരു ടാബ്ലറ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു LCD ഡിസ്പ്ലേ എന്ന് തോന്നുന്നില്ല. കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു LCD ഡിസ്പ്ലേ ആണെന്ന് പറയേണ്ടി വരും. ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് 144 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതുപോലെ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം സാധാരണ നമ്മൾ ടാബ്ലറ്റ് ഒക്കെ മാക്സിമം 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് സാധാരണ കാണുന്നത്. ഫോണിനകത്ത് പോലും വളരെ റെയർ ആയിട്ടാണ് ഇത്തരത്തിൽ 144 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നത്. ഇവിടെ 144 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് വിത്ത് LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ടാബ്ലറ്റിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ 2.8K റെസൊല്യൂഷൻ, ഹയർ റെസൊല്യൂഷൻ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ടാബ്ലറ്റിനകത്ത് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ടാബ്ലറ്റിനകത്ത് HDR10+ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സ്മാർട്ട് ടിവികളിലൊക്കെ സാധാരണ കാണുന്ന തരത്തിലുള്ള ഡോൾബി വിഷൻ സപ്പോർട്ടും ഈ ഒരു ടാബ്ലറ്റിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഡോൾബി വിഷൻ ഒക്കെ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ സ്മാർട്ട് ടിവികളിലൊക്കെ മികച്ച ഒരു ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടാണ് നൽകുന്നത്. അതുപോലും ഈ ഒരു ടാബ്ലറ്റിൽ നൽകിയിരിക്കുന്നു. ഈ ഒരു ടാബ്ലറ്റിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 870 എന്ന ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രോസറാണ് നൽകിയിരിക്കുന്നത്. അതായത് മികച്ച ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസർ നൽകിയിരിക്കുന്നതെന്ന് ചുരുക്കം. IQ Neo 6 പോലുള്ള ചില സ്മാർട്ട് ഫോണുകളെ മികച്ച ഗെയിമിംഗ് സ്മാർട്ട് ഫോണാക്കി മാറ്റിയ പ്രോസർ ഏതെന്ന് ചോദിച്ചാൽ അത് സ്നാപ്ഡ്രാഗൺ 870 എന്ന് വേണം പറയാൻ. അപ്പോൾ ആ ഒരു 870 എന്ന് പറയുന്ന ഒരു പ്രോസറിന് ഒരു പ്രത്യേക പവർ തന്നെയുണ്ട് ഇത്തരത്തിൽ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട്. പല മികച്ച ബജറ്റ് ഫ്രണ്ട്ലി ഗെയിമിംഗ് സ്മാർട്ട് ഫോണുകളിലും കാണുന്ന ഒരു പ്രോസസറാണ്, അല്ലെങ്കിൽ ഗെയിമിംഗ് ഓറിയന്റഡ് ആയിട്ട് ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോസറാണ് സ്നാപ്ഡ്രാഗൺ 870. അപ്പോൾ ആ ഒരു പ്രോസർ ഈ ഒരു ടാബിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ടാബ്ലറ്റിനകത്ത് നിന്നും നമുക്ക് മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് അവകാശപ്പെടാം. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റിനകത്ത് നമുക്ക് മാക്സിമം 8 GB റാം നൽകിയിട്ടുണ്ട്. 256 GB ഇന്റേണൽ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത്
പരിചയപ്പെടുന്നത് ഇതിന്റെ ഹയർ വേരിയന്റ് ആയിട്ടുള്ള 256 GB വേരിയന്റ് ആണ്. ഓർക്കുക, ഇതിനകത്ത് എക്സ്റ്റേണൽ മെമ്മറി കാർഡ് ഇടാൻ സാധിക്കില്ല. അപ്പോൾ മെമ്മറി കൂടുതൽ വേണം എന്നുള്ളവർ ഈ പറഞ്ഞ വേരിയന്റ് നോക്കി വേണം എടുക്കാൻ. അതുപോലെ തന്നെ ഇതിനകത്ത് റാം എന്ന് പറയുന്ന LPDDR5 ആണ്. അതുപോലെ സ്റ്റോറേജ് ടൈപ്പ് UFS 3.1 ആണ്. അപ്പോൾ അതൊക്കെ കുറച്ച് ലേറ്റസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു പെർഫോമൻസ് നമുക്ക് മൊത്തത്തിൽ ഈ ഒരു ലാപ്ടോപ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ഒരു ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 8840 mAh ബാറ്ററിയാണ് ഈ ഒരു ടാബ്ലറ്റിന് പവർ നൽകുന്നത്. പക്ഷേ അത് ചാർജ് ചെയ്യാനായിട്ട് 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടേ നൽകിയിട്ടുള്ളൂ. നമുക്കറിയാം, സാധാരണ 5000 mAh ബാറ്ററി വരുന്ന സ്മാർട്ട് ഫോണുകളിൽ പോലും ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 33 വാട്ട് ഒരു മീഡിയം ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടേ ഉള്ളൂ. പക്ഷേ 5000 mAh അല്ല ഇവിടെ ഉള്ളത്, 8840 mAh ഉണ്ട്. അപ്പോൾ അത്രയും ചാർജ് ചെയ്യാൻ 33 വാട്ട് ഫാസ്റ്റ് ചാർജർ കുറച്ച് സമയം എടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയും ഓക്കെ എന്നെ ആ ഒരു ചാർജറിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. കുറച്ചുകൂടെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുക്കാമായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അതുപോലെ ചാർജിങ്ങിന് വേണ്ടി USB Type-C ചാർജിംഗ് പോർട്ട് തന്നെയാണ് ഈ ഒരു ടാബ്ലറ്റിൽ നൽകിയിരിക്കുന്നത്. ടാബ്ലറ്റിന്റെ ബാക്കിലേക്ക് വന്നാൽ നേരത്തെ കണ്ടതുപോലെ 2 ക്യാമറകളാണ്. 13 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറയും ഒരു ഡെപ്ത് സെൻസറുമാണ് ഈ ഒരു ടാബ്ലറ്റിൽ നൽകിയിരിക്കുന്നത്. ടാബ്ലറ്റുകൾ സാധാരണ വീഡിയോ കോളിങ്ങിനൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. ഈ ഒരു ടാബ്ലറ്റിനകത്ത് 8 മെഗാ പിക്സൽ ഒരു സെൽഫി സെൻസറാണ് ഇത്തരത്തിൽ ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ Xiaomi Pad 6ൽ ഈ ഒരു സെൽഫി ക്യാമറയുടെ പൊസിഷൻ ഇവിടെ ആയിട്ടായിരുന്നു. അത് അന്ന് തന്നെ കുറച്ച് പഴി കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് Xiaomi Pad 6ൽ എന്ന് എടുത്തു പറയട്ടെ. നമ്മൾ ക്യാമറ ആപ്പിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഇതുപോലെ ഡോക്യുമെന്റുകൾ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ വീഡിയോ നമുക്ക് മാക്സിമം ഫുൾ HD 60 frames per second ആണ് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ മാക്സിമം ഇത്തരത്തിൽ ഫുൾ HD 30 frames per second വരെയുള്ള വീഡിയോകളുമാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുക. ഫോട്ടോയിലേക്ക് വരുമ്പോൾ നോർമൽ ഫോട്ടോസ് ആണ് എടുക്കാൻ സാധിക്കുന്നത്. വൈഡ് ആംഗിൾ ഒന്നും ഇല്ലല്ലോ. ഓർക്കുക, ടാബ് വെച്ചൊന്നും ആരും അധികം ഫോട്ടോസ് ഒന്നും എടുക്കില്ല. ജസ്റ്റ് ഡോക്യുമെന്റ് സ്കാനിങ് ഒക്കെ ഇത് വെച്ച് സാധാരണ ചെയ്യാറുള്ളൂ. അതുപോലെ മോർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരുമ്പോൾ AI വാട്ടർമാർക്ക്, ഡ്യുവൽ വീഡിയോ ഓപ്ഷൻ, ഡയറക്ടർ മോഡ്, ഇങ്ങനെ നിരവധി പുതിയ ഓപ്ഷനുകളും ഈ ഒരു ക്യാമറ ആപ്പിൽ Xiaomi ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ടാബ്ലറ്റിൽ മികച്ച മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നൽകുന്നതിന് വേണ്ടി ക്വാഡ് സ്പീക്കർ സിസ്റ്റമാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ ഓരോ വശങ്ങളിലും 2 സ്പീക്കർ വീതമാണ് ഈ ഒരു ടാബ്ലറ്റിൽ നൽകിയിരിക്കുന്നത്. മികച്ച സൗണ്ട് ഔട്ട്പുട്ടിന് വേണ്ടി ഡോൾബി അറ്റ്മോ സപ്പോർട്ടും ഹൈറസ് ഓഡിയോ സപ്പോർട്ടും ഈ ഒരു ടാബ്ലറ്റിൽ നൽകിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള, നല്ല സ്റ്റീരിയോ സെപ്പറേഷൻ ഉള്ള, നല്ല മികച്ച ഒരു പ്രീമിയം ഫീൽ നൽകുന്ന സൗണ്ട് ക്വാളിറ്റി തന്നെ ഈ ഒരു ടാബിൽ Xiaomi നൽകിയിരിക്കുന്നു. അടിപൊളി സൗണ്ട് ക്വാളിറ്റി. അപ്പോൾ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് എന്തായാലും ഈ ഒരു ടാബ്ലറ്റിൽ വേറെ ലെവലാണ്. മൂവിയൊക്കെ വാച്ച് ചെയ്യുന്നതിന് അടിപൊളിയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ടാബ്ലറ്റിനകത്ത് വൈഡ് വൈൻ L1 സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സിൽ നിന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ മൂവീസൊക്കെ ഇതിനകത്ത് നല്ല രീതിയിൽ നമുക്ക് വാച്ച് ചെയ്യാൻ സാധിക്കും. നല്ലൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് നൽകും. ബ്ലൂടൂത്ത് വെർഷൻ 5.2 നൽകിയിരിക്കുന്ന ഈ ഒരു ടാബ്ലറ്റിൽ വൈഫൈയുടെ ലേറ്റസ്റ്റ് വെർഷൻ Wi-Fi 6 ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനോടൊപ്പം 2 അഡീഷണൽ ആക്സസറി കൂടി ഉണ്ടെന്ന് പറഞ്ഞു. Xiaomi പെന്നും അതുപോലെ ഇതിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് കവർ കൂടി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കവർ അഡീഷണൽ ആക്സസറി ആയിട്ട് വാങ്ങേണ്ടതാണ്. നമുക്ക് ഇതുപോലെ ഈ ഒരു കവർ ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് വേണം ഉപയോഗിക്കാൻ. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ഒരു Xiaomi പെൻ കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോഡക്റ്റിനോടൊപ്പം നമുക്ക് ചേർത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന അഡീഷണൽ ആക്സസറി ആയിട്ടുള്ള ഒരു Xiaomi പെൻ. ഇതിനകത്ത് ഈ ഒരു ടിപ്പ് നമുക്ക് മാറി മാറി ഉപയോഗിക്കാം. ഇവിടെ 2 ബട്ടൺസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനൊക്കെ ഏറ്റവും ഷോർട്ട് കട്ട് ആയിട്ട് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ ഒരു പെൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനകത്ത് നല്ല രീതിയിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് കൈ കൊണ്ട് എഴുതാനും ഒക്കെ സാധിക്കും. അപ്പോൾ അടുത്തായിട്ട് ഇതിന്റെ ഒരു പ്രൈസിംഗ് ആണ്. ആക്ച്വലി ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പ്രൈസ് എനിക്ക് കൃത്യമായിട്ട് അറിവായിട്ടില്ല. പ്രൈസ് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ അപ്ഡേറ്റ് ചെയ്യാം.